കേൾക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചില വാക്കുകൾ ഒരുമിച്ച് അല്ലെങ്കിൽ ചില വാക്കുകൾ ദൈവാലോചനകളായിട്ട് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതിനായിട്ട് വളരെ ആത്മാർത്ഥതയോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ വലിയ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും നമ്മുടെ താല്പര്യവും നമ്മുടെ ഉത്സാഹവുമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യാൻ ഇടയാകുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹൃദയത്തിൽ ആഗ്രഹവുമില്ല, അതിനുള്ള വാഞ്ചയുമില്ലെങ്കിൽ നമുക്ക് ആ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കുവാനോ അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിവർത്തിക്കുവാനുള്ള അവസരം ലഭ്യമാകാതെ പോകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ജാഗരണത്തോടെ ദൈവമേ എന്നോട് സംസാരിക്കണമെന്നുള്ള റെസിപ്റ്റീവ് മൈൻഡോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് ചില ആലോചനകൾ അറിയിപ്പാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചത്. 33-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ക്രമീകരിക്കുമ്പോൾ ഒരു തലക്കെട്ടില്ലാത്ത സങ്കീർത്തനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തലക്കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ തലക്കെട്ടിനും ദാവീദിൻ്റെ സങ്കീർത്തനമെന്നോ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമെന്നോ മോശയുടെ സങ്കീർത്തനമെന്നോ എന്നൊക്കെ പല ശീർഷകങ്ങൾ ടൈറ്റിൽസ് നൽകാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിൽ ചില സങ്കീർത്തനങ്ങൾക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിൽ ഈ 33-ാമത്തെ സങ്കീർത്തനവും ഒരു ടൈറ്റിലില്ലാത്ത സങ്കീർത്തനമായി നമ്മൾ കാണുന്നു. മറ്റൊരു ചിന്ത, ഈ സങ്കീർത്തനം 32-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. 32-ാം സങ്കീർത്തനം തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സങ്കീർത്തനമാണ് 33-ാം സങ്കീർത്തനം. ഈ ദാവീദൊക്കെ സങ്കീർത്തനമൊക്കെ രചിക്കുമ്പോൾ നമ്പർ ഇട്ട് വാക്യം എഴുതി അങ്ങനൊന്നും അല്ല സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. എന്നാൽ 23-ാം സങ്കീർത്തനം ഇന്ന് പാടിയേക്കാം എന്ന് വിചാരിച്ചല്ല എന്ത് ചെയ്യുന്നത് ദാവീദ് സങ്കീർത്തനം എഴുതുന്നത്. പിന്നീടുള്ള വേദപഠിതാക്കൾ, പണ്ഡിതന്മാർ, ശാസ്ത്രിമാർ അതിന് ക്രമമായിട്ട് തുടർന്നുള്ള ധ്യാനത്തിനും പഠനത്തിനും വായനയ്ക്കും മനഃപ്പാഠമാക്കുവാനും വേണ്ടിയൊക്കെയാണ് എന്ത് ചെയ്തത്, ഇതിനെല്ലാം നമ്പറുകൾ കൊടുത്ത് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെ വാക്യമായിട്ടും അധ്യായമായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത് ആ ഒരു ക്രമീകരണത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കീർത്തനങ്ങൾ ഒരുപക്ഷെ തുടർമാനമായിട്ട് എഴുതിയ സങ്കീർത്തനങ്ങൾ പലത് കാണും. എന്നാൽ അതിനകത്തൊക്കെ പല വിഭാഗങ്ങൾ, വിഭജനങ്ങൾ അല്ലെങ്കിൽ ഡിവിഷൻസ് ഒക്കെ കൊടുത്ത് പിന്നത്തേതിൽ വേദശാസ്ത്രിമാർ, പണ്ഡിതന്മാർ അതിന് വിഭജനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 32-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർമാനമായ വാക്കുകൾ പോലെ നമുക്ക് തോന്നും. കാരണം 32-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവിൻ എന്ന പദം തന്നെയാണ് 33-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യവും വായിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം 32-ാം സങ്കീർത്തനം അവസാനിക്കുന്ന അതേ പ്രാസത്തിൽ അതേ ടൂണിലാണ് അടുത്ത സങ്കീർത്തനം ആരംഭിക്കുന്നത്. അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ഘോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നൊരു കാര്യം, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസിങ് ഇസ് ബ്യൂട്ടിഫുൾ ഫോർ അപ്രൈറ്റ്. ചില ട്രാൻസ്ലേഷനിൽ ബ്യൂട്ടിഫുൾ എന്നാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്, ഉചിതം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതൊന്നും ഒരിക്കലും എന്തല്ല, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് നോട്ട് അപ്രൈറ്റ്, ഇറ്റ് ഈസ് അപ്രൈറ്റ് ഓൾവേസ്. അത് എപ്പോഴും എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വാസ്തവത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന, ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ് ദാറ്റ് വി ആർ സ്പെൻഡിങ്, ഹല്ലേലൂയ, ഇൻ ദ മിഡ്സ് ഓഫ് അവർ ഹോളി ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ ദൈവത്തിന് മുമ്പാകെ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രക്രിയയാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യം അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കിന്നരം കൊണ്ടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ടും അവന് സ്തുതി പാടുവിൻ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് സ്തുതിക്കുന്നതും ഒരു ഉചിതമാണെന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാഥാസ്ഥിക ചിന്താഗതിയിലുള്ളവരൊക്കെ പറയും ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഒരു മോഡേണിസം ആണെന്ന് പറയും. എന്നാൽ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏതാ? പ്രൈസ് ദി ലോർഡ്. കിന്നരം കൊണ്ട്, അത്
പണ്ടത്തെ ഏൻഷ്യൻ്റ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം അർപ്പിക്കുക, 10 കമ്പിയുള്ള വീണ കൊണ്ട് എന്ത് ചെയ്യാൻ, അവന് സ്തുതി പാടുക. അപ്പോൾ ദൈവത്തിന് ഏറ്റവും മനോഹരമായി സ്തുതികൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണോ അതെല്ലാം ദൈവം മുമ്പാകെ എന്താണ്, ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാം അതിൻ്റെ ക്രമത്തിലും അതിൻ്റെ ചിട്ടയിലും വേണമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ദൈവത്തെ ഏറ്റവും മനോഹരമായി ആരാധിക്കാൻ കഴിയുന്ന എന്ത് സംവിധാനമുണ്ടോ അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റവും ഉചിതമായ നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ദൈവം അതിനെ നല്ലതെന്നാണ് കാണുന്നത്, അതെല്ലാം ബ്യൂട്ടിഫുൾ ആണെന്നാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്രായത്തിലൊക്കെ അല്ലെങ്കിൽ ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ, റാന്നിയിലുള്ള ഞങ്ങളുടെ ചർച്ചിൽ ഈ കുറേ നാളുകളായിട്ട് ഈ നമ്മൾ തമ്പേർ അടിച്ചാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ ക്വയറിന് പാട്ടുകൾക്കൊക്കെ പാടുന്നത്. അന്നത്തെ ഒരു കാലത്ത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ, വേർപെട്ട ദൈവസഭകളിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് ഏത്, തമ്പേർ. ഈ തമ്പേറിൻ്റെ ഒരു അടി ദൂരത്തുനിന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ചർച്ചുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ആരാധനയുണ്ട്. പല സമയങ്ങളിലും ഈ തമ്പേറിൻ്റെ സൗണ്ട് കേട്ട് ആൾക്കാർ ചർച്ചിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ തമ്പേറിൻ്റെ സൗണ്ട് ദൂരത്തുനിന്ന് കേട്ടുമ്പോൾ ഇവിടെ ഒരു ചർച്ച ഉണ്ടെന്ന് കേട്ടിട്ട് ആൾക്കാർ സഭയിൽ വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തമ്പേറൊക്കെ പുതിയ ഒരു ജനറേഷൻ വന്നപ്പോൾ ഈ തമ്പേർ കൊട്ടാനൊന്നും ആൾക്കാരില്ല. തമ്പേറൊക്കെ ഇങ്ങനെ പതുക്കെ തട്ടിൻ്റെ പുറത്തായി. അതിനുശേഷം പിന്നെ കീബോർഡുകൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചർച്ചിൽ കീബോർഡ് കൊണ്ടുവന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങളും ഭയങ്കര ഇഷ്യൂസാണ്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എടുത്ത് കൊണ്ട് കളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ ഇതില്ലെങ്കിൽ ആൾക്കാർക്ക് പാട്ട് വരുത്തുമില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സഭയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ മാതൃസഭയുടെ കാര്യമാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ദൈവം എന്താണ് കാണുന്നത്, അതിനെ നല്ലതെന്നാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ, ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് കടക്കില്ല, ഞാൻ ആ വാക്യം ഒന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കിന്നരം കൊണ്ടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ടും അവന് സ്തുതി പാടുവിൻ. ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ അധരങ്ങൾ കൊണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകൾ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ അപ്രോപ്രിയേറ്റ് പോർഷനിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തുതികളായി അർപ്പിക്കുമ്പോൾ അതിനെ ദൈവം നോക്കി പറയുന്നത് ഇറ്റ് ഈസ് അപ്രൈറ്റ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും പ്രോപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ദൈവത്തിന് കൊടുത്താലും ദൈവം അതെന്താ നോക്കിയിട്ട് പറയുന്നത്, അപ്രൈറ്റ് എന്നാണ്. അത് ബ്യൂട്ടിഫുൾ ആണ്, നല്ലതാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സങ്കീർത്തനം ഒരു ആഹ്വാനം കൊടുക്കുകയാണ് അല്ലേ. 33-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ വിശുദ്ധന്മാരെ നോക്കിയിട്ട് സങ്കീർത്തനത്തിൻ്റെ രചയിതാവ്, സങ്കീർത്തന കർത്താവ് എന്ത് ചെയ്യുകയാണ്, ഒരു ആഹ്വാനം, ഒരു ഓൾട്ടർ കോൾ കൊടുക്കുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കീർത്തനം രചിച്ചയാള് അല്ലെങ്കിൽ സങ്കീർത്തനം എഴുതിയയാള്, സങ്കീർത്തന കർത്താവ് വിളിച്ചു പറയുന്നു മറ്റൊരാളോട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഘോഷിച്ചുല്ലസിക്കുവിൻ. ആരോടാ വിളിച്ചു പറയുന്നത്, നീതിമാന്മാരോട് വിളിച്ചു പറയുന്നു, ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. The psalmist is trying to convey to the saints, ആ വിശുദ്ധന്മാരോട്, നീതി പ്രാപിച്ചവരോട് പറയുകയാണ്, റിജോയ്സ്. പ്രൈസ് ദി ലോർഡ്. റിജോയ്സ്. ഘോഷിച്ചാനന്ദിക്കുക. ഇത് കേൾക്കുന്ന നീതിമാനോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന റെസിപ്പിയൻ്റ്, പ്രൈസ് ദി ലോർഡ്, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ഘോഷിക്കണമെന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഉദാഹരണത്തിന് ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം സ്തുതിക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചോദ്യം വരും, പാസ്റ്ററെ എന്തിനാൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കണം, വൈ ഐ നീഡ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ എന്ത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, സ്തുതിക്കണമെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചാൽ, എന്നതുപോലെ തന്നെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സങ്കീർത്തന കർത്താവ് അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേട്ടതായ നീതിമാൻ ഒരുപക്ഷെ തൻ്റെ ഉള്ളിൽ ചോദിച്ചു കാണും, എന്തിനാൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യണം, സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. സോ വൈ ദ സെയിൻറ്റ്സ് ഷുഡ് റിജോയ്സ് ഇൻ ദ ലോർഡ് എന്നൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വൈ ദ സെയിൻറ്റ്സ് ഷുഡ് റിജോയ്സ് ഇൻ ദ ലോർഡ്. ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കണം?
പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനങ്ങൾ 3 കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വളരെ വിസ്തരിച്ച് പറയാനുള്ള സമയം എൻ്റെ മുമ്പിൽ ഇല്ല, അതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ഓർപ്പിക്കാം. അപ്പോൾ 3 കാരണങ്ങൾ ഈ സങ്കീർത്തന കർത്താവ് എന്തുകൊണ്ടൊരു നീതിമാൻ സ്തുതിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള മറുപടി നൽകുകയാണ്. ഒന്നാമത്തേത്, പ്രൈസ് ദി ലോർഡ്, ഹി ഷുഡ് റിജോയ്സ് ഇൻ ഹിസ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നീതിമാൻ സന്തോഷിക്കണം. അപ്പൊ നമുക്ക് സന്തോഷിക്കാനുള്ള ഒന്നാമത്തെ വക ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നൽകപ്പെട്ടു, എനിക്കുണ്ട് എന്നതായിരിക്കണം സന്തോഷിക്കുവാൻ, ഘോഷിച്ചുല്ലസിക്കാനുള്ള ഒന്നാമത്തെ റീസൺ. പ്രൈസ് ദി ലോർഡ്. 33-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് തന്നെ പറയുന്നുണ്ട്, യഹോവയുടെ വചനം നേരുള്ളത്. വായിച്ചാട്ട്. സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. യഹോവയുടെ വചനം നേരുള്ളത്. ഗോഡ്സ് വേർഡ് ഈസ് പ്രഷ്യസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വളരെ പ്രഷ്യസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ ദൈവവചനം ഏറ്റവും അമൂല്യമായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തിനെ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഈ തിരുവചനം എനിക്ക് അമൂല്യമാണെന്ന് തോന്നുമെങ്കിൽ, എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇത് നിമിത്തമായി ഞാൻ ദൈവത്തെ സ്തുതിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇത് കേവലം മനുഷ്യൻ്റെ വചനമല്ല, ഇത് കേവലം ഒരു മാനുഷിക ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് വളരെ അമൂല്യമായ ഒന്നാണ്. ദൈവം സംസാരിച്ച, ദൈവം അരുളി ചെയ്ത, ദൈവത്തിൻ്റെ വാക്കുകൾ എഴുതിയതാണ് ഈ വചനം. നമ്മുടെ വീട്ടിലോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ലെറ്റർ, ഹലോ മിസ്റ്റർ ബോബി, ഹൗ ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞ് ഒരു വളരെ പേഴ്സണലായിട്ടൊരു ലെറ്റർ എനിക്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും താണ്ട് മോദിജി എനിക്ക് അയച്ച ലെറ്റർ, ഞാനതിങ്ങനെ നിധി പോലെ സൂക്ഷിച്ചു വെക്കും. അതൊരു പത്രം വായിച്ച പോലെ വായിച്ചിട്ട് എറിഞ്ഞു കളയോ? ഇല്ല. കാരണം എന്താണ്? ദ വൺ ഹു ഹാസ് റിട്ടൺ ദിസ് ലെറ്റർ ഈസ് വെരി സ്പെഷ്യൽ, അല്ലേ? അത് എഴുതി തന്ന ആൾ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് ഐ വുഡ് ബി വെരി അതിനെ വളരെ പ്രിസർവ് ചെയ്ത് അത് വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ കാണും. ബിക്കോസ് ഐ നോ ഹൂ ഹാസ് റിട്ടൺ ദിസ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം സാക്ഷാൽ നിസ്വാസ്യമായ ദൈവത്തിൻ്റെ വചനമാകിയാൽ ദൈവം എനിക്കും നിങ്ങൾക്കും അമൂല്യമായി നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ വചനമായി എൻ്റെ മുമ്പിൽ ഇത് വെളിപ്പെട്ടു വന്നപ്പോൾ ഇത് നിമിത്തമായി, ഈ ദൈവവചന നിമിത്തമായി ഞാൻ എൻ്റെ ദൈവത്തെ ഘോഷിച്ചാനന്ദിക്കണം. തിരുവചനം വളരെ നേരുള്ളത്. അടുത്ത വാക്യം വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. 1. 2, ഇത് ദൈവത്തിൻ്റെ വെളിപ്പാട്. ഇറ്റ് ഈസ് ഗോഡ്സ് റെവലേഷൻ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹിസ് വേർഡ് ഈസ് വെരി പേഴ്സണൽ. എനിക്കും നിനക്കും വേണ്ടി മാത്രമുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ആര്? സ്വർഗത്തിലിരിക്കുന്ന ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി അരുളി ചെയ്ത വ്യക്തിപരമായ ദൈവിക വെളിപ്പാടാണ്. അതുകൊണ്ടാണ് പല പ്രിയപ്പെട്ടവരും ദൈവസ്ഥലിൽ നിരാശപ്പെട്ട് വേദനപ്പെട്ടിരിക്കുമ്പോൾ തിരുവചനത്തിലൂടെ ദൈവം ഇടപെടുന്നത്, തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്കും അനുഭവമാക്കിയിട്ടില്ലേ? ദൈവത്തിന്റെ വചനം വ്യക്തവും ശക്തവുമായി നമ്മളോട് ഇടപെടും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നത്, പ്രൈസ് ദി ലോർഡ്, പാസ്റ്ററെ, എല്ലാ തവണയും വായിച്ചു വിട്ട ഒരു ഭാഗമാണ്, എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്? തിരുവചനം വായിക്കുമ്പോൾ ഇതെന്തോ എന്നോട് സംസാരിക്കുന്നത് പോലെ, ഇതെന്തോ എന്നോട് ഇടപെടുന്നത് പോലെ, ഇത് എന്നോട് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് പോലെ. ഇറ്റ് ഈസ് ഗോഡ്സ് റെവലേഷൻ. ദൈവത്തിന്റെ വെളിപ്പാട്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ വെളിപ്പാട്. ഇതാരാ പറഞ്ഞതെന്ന് ഓർക്കുമ്പോഴാണ് അതിന്റെ ശ്രേഷ്ഠത. ഇത് ദൈവം എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് എനിക്കിന്ന് ഒരു ഉറുമ്പിനോട്, ഇതുവഴി എവിടെയെങ്കിലും ഒരു ഉറുമ്പ് പോയാൽ ആ ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ, ഞാൻ എന്നൊരു വ്യക്തി ആ ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഉറുമ്പെ, ഹായ്, ഹലോ, എന്തുകൊണ്ട് വിശേഷം?
വിശേഷം എന്ന് ചോദിച്ചാൽ അവിടെ യുദ്ധമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉറുമ്പിനൊന്നും മനസ്സിലാകത്തില്ല. അതിന് ആ ഉറുമ്പിന് മനസ്സിലാകണമെങ്കിൽ ഞാൻ ആ ഉറുമ്പിൻ്റെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ ഞാൻ ഒരു ഉറുമ്പായിട്ട് ഇറങ്ങിച്ചെല്ലണം. ഞാൻ ഒരു ഉറുമ്പിനെ പോലെ മാറണം. ഉറുമ്പായി തീർന്നിട്ട് അവൻ്റെ മുമ്പിൽ എഴഞ്ഞു ചെന്നിട്ട് ആ ഉറുമ്പിനോട് ഹായ് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ആ ഉറുമ്പിന് മനസ്സിലാവും എന്തോ ആരോ എന്നോട് എന്തോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ, നിത്യനായ ദൈവം, അല്ലെങ്കിൽ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം ഈ താണഭൂമിയിലേക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജഡമായി അവതരിച്ച്, ഹല്ലേലൂയ, യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് അവൻ വചനമായിരുന്നു. ആ വചനം ജഡമായി എനിക്ക് വേണ്ടി വെളിപ്പെട്ടുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് എ വെരി പേഴ്സണൽ എൻകൗണ്ടർ ഫോർ മീ. എനിക്ക് വേണ്ടി വചനമായി ജഡമായി അവൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ വചനം വളരെ പേഴ്സണൽ ആണ്. ഹല്ലേലൂയ, ഹിസ് വേർഡ് ഈസ് വെരി പേഴ്സണൽ. ഇറ്റ് ഈസ് എ ഗോഡ്സ് റെവലേഷൻ ഫോർ മീ. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. മാത്രമല്ല, ഈ വചന നിമിത്തമായി നീതിമാന്മാർ സന്തോഷിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യാനുള്ള ഒരു കാരണം കൂടെ അവിടെ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തും കൂടെ വായിച്ചോ. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അടുത്തൂടെ. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അടുത്തത്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്, മാൻപേടകളെ പ്രസവിപ്പിക്കാറാക്കുന്ന ദൈവശക്തി ഉള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനം. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ്. അങ്ങനെയെങ്കിൽ this word is a powerful word. Hallelujah, his word is powerful. ദീനക്കാർക്ക് സൗഖ്യം വരുത്തുവാൻ, രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ, ഹല്ലേലൂയ, ഭൂതവാദികളെ വിടുവിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ the point for which we need to rejoice, it is because of his word. അവൻ്റെ വചനം നിമിത്തമായി നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. ആ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് വളരെ പ്രഷ്യസ് ആണ്, അത് വളരെ പേഴ്സണൽ ആണ്, അത് വളരെ പവർഫുൾ ആണ്. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സകല മഹത്വവും സകല സ്തുതികളും അർപ്പിക്കുവാനായിട്ടിടയായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, why a saint should rejoice, it is he should rejoice in his word. അവൻ്റെ വചന നിമിത്തമായി അവനെ ആരാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, സങ്കീർത്തന കർത്താവ് ഈ നീതിമാന്റെ ചോദ്യത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു നീതിമാൻ യഹോവയെ ഘോഷിച്ചുല്ലസിക്കണമെന്ന് അല്ലെങ്കിൽ ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അടുത്ത വാക്യങ്ങൾ മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, he should rejoice, the saint should rejoice in his will. അവൻ്റെ ഹിതമോർത്തിട്ട് എന്ത് ചെയ്യണം? പ്രൈസ്, അവൻ്റെ ഇഷ്ടമോർത്തിട്ട്, എന്നോടും നിങ്ങളോടുമുള്ള അവൻ്റെ ഇഷ്ടമോർത്തിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നിമിത്തമായി യഹോവയെ സ്തുതിക്കണമെങ്കിൽ, രണ്ട്, അവൻ എന്നോടുള്ള ഹിതം, അവൻ എന്നോടുള്ള ഇഷ്ടം നിമിത്തമായി we should, or a saint should rejoice in his will. നമ്മൾ ദൈവത്തിന് മുമ്പാകെ അവൻ എന്നോടുള്ള താല്പര്യം നിമിത്തമായി, എന്നോടുള്ള ഇഷ്ടം നിമിത്തമായി, എന്നോടുള്ള ആലോചന നിമിത്തമായി ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയെങ്കിൽ ഈ വില്ലിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ ദൈവഹിതത്തിൻ്റെ അർത്ഥം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിമിത്തമായി ഞാൻ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത് സങ്കീർത്തനക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് വായിക്കാം. അതിന്റെ 10-ാമത്തെ വാക്യം, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ഒന്നാമത്തെ കാര്യം, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുകയും വംശങ്ങളുടെ നിരൂപണങ്ങളെ
നിശ്ചലമാക്കുകയും ചെയ്യുന്നു. Hallelujah. The Lord nullifies the counsels of the nation. He frustrates the plans of the people. ലോകത്തിലെ മനുഷ്യർ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും praise the Lord, അതല്ല നടക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നടക്കുകയുള്ളൂ. ലോകത്തിൻ്റെ മനുഷ്യർ എന്തെല്ലാം ആലോചിച്ചാലും അത് നടപ്പിലാകുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കുകയുള്ളൂ. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ എന്തൊക്കെ ആലോചിച്ചാലും ആലോചിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു യുദ്ധം തുടങ്ങണമെന്ന് ചിന്തിച്ചെങ്കിലും ആ യുദ്ധം ഇനി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അവർക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലുള്ള അപ്പോൾ വംശങ്ങളുടെ ആലോചനയൊക്കെ നിഷ്ഫലമാകും. ലോകത്തിൻ്റെ ചിന്തകൾക്കൊന്നും അർത്ഥമുണ്ടാകുകയില്ല. എന്നാൽ ദൈവം എന്താഗ്രഹിച്ചോ ഇറ്റ് വിൽ ബി ഡോമിനന്റ്. അത് വളരെ ഉയർന്നിരിക്കും, അത് വളരെ സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഈ ഭൂമിക്ക് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ലോക രാഷ്ട്രങ്ങൾക്ക് നീങ്ങാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മളിത് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ദിസ് ഈസ് ഓൾ കമ്മിങ് ഫ്രം പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഈഗോ, ഹല്ലേലൂയ, നാഷണൽ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ വിൽ ഓഫ് ദ ഗോഡ്. ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ ഡോമിനന്റ് വിൽ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലുള്ള കാര്യമാണ് നടക്കുന്നത്. സങ്കീർത്തനം അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ ജാതികളുടെ ആലോചനകളെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമാക്കുന്നു. വംശങ്ങൾ തമ്മിൽ നിരൂപിക്കുന്നതെല്ലാം എന്ത് നിഷ്ഫലമായി പോകുന്നു. മനുഷ്യർക്കൊന്നും ഈ ഭൂമിയെയും അതിൻ്റെ സംവിധാനത്തെയും ഈ ലോക രാഷ്ട്രങ്ങളെയും നയിക്കാൻ കഴിയത്തില്ല. അവരെല്ലാം അവരുടെ ആലോചനകൾ കൊണ്ട് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ പിന്നിലെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം തുടങ്ങണമെന്ന് ആരംഭിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിച്ചതെങ്കിൽ ദൈവം നിശ്ചയിക്കുമ്പോഴേ ഇത് അവസാനിക്കത്തുമുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ഈ കാലങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായി, ദൈവത്തെ ആരാധിപ്പാനായിട്ടിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ്റെ ഹിതം, ഹിസ് വിൽ ഈസ് വെരി ഡിറ്റർമൈൻഡ്. 11-ാമത്തെ വാക്യം, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് തലമുറയോളം നിൽക്കുന്നു. ഒരു തലമുറ മാറുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാറ്റം വരികയില്ല. ഒരു തലമുറ കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടത്തിന് മാറ്റം വരുത്തത്തില്ല. നമ്മൾ കാലഭേദങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കാലത്തിൻ്റെ ഗതികൾ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കഴിച്ച ഭക്ഷണമല്ല മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ പ്രിയപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇട്ട ഡ്രസ്സിങ് സ്റ്റൈലല്ല അടുത്തൊരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ ആ ഇഷ്ടങ്ങൾക്കെല്ലാം മാറ്റം വരും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഹല്ലേലൂയ അത് ശാശ്വതമാണ്. അത് ഒരിക്കലും അസ്തമിക്കുന്നതല്ല, ഒരിക്കലും മാറുന്നതല്ല. ഹൃദയ വിചാരങ്ങൾ നിമിത്തമായി അത് തലമുറയോളം എന്നേക്കും നിൽക്കുന്നതാകയാൽ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ഇറ്റ് ഈസ് വെരി ഡിറ്റർമൈൻഡ്. അത് വളരെ ശാശ്വതമാണ്. അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ഹിതമുണ്ടെങ്കിൽ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുകയില്ല, അതിനൊരു വ്യത്യാസം ഉണ്ടാകുകയില്ല, അതിനൊരു ചേഞ്ച് ഉണ്ടാകുകയില്ല. ഹിസ് വിൽ ഈസ് വെരി ഡിറ്റർമൈൻഡ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഏതെങ്കിലും ആലോചനയ്ക്ക് കാലഗതികൾ കൊണ്ട്, കാലഭേദങ്ങൾ കൊണ്ട് മാറ്റം വരുത്താൻ കഴിയത്തില്ല. ഹി ഈസ് വെരി ഡിറ്റർമൈൻഡ് അപ്പോൺ ഹിസ് വിൽ. അവൻ്റെ ഹിതം എന്നേക്കും നിലനിൽക്കുന്നതാണ്. എൻ്റെ വാക്കുകളെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തത് അവൻ്റെ ഇഷ്ടം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഹിസ് വിൽ ഈസ് ഡിസൈറബിൾ. 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തുന്ന ജനവും ഭാഗ്യമുള്ളത്. അപ്പോൾ ദൈവത്തെ പിന്തുടരുന്ന ജാതിയും അവനെ പിന്തുടരുന്ന ദേശവും ജനവും ഭാഗ്യമുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായിട്ടൊരു ദൂത് വിളിച്ച് പറയാം. എൻ്റെയും നിങ്ങളുടെയും സ്ഥിതികൾക്ക് മാറ്റം വരണമെങ്കിൽ, നാം ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുവാനായി, അവനെ ഡിസയർ ചെയ്യാനായി, അവനെ ആഗ്രഹിക്കുവാനായി, അവൻ്റെ ഇഷ്ടത്തിനോട് ചേർന്ന് നിൽക്കാനായി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം ഉയർത്തുമെന്നുള്ളതാണ് പറയുന്നത്. അത് ദേശമായിക്കൊള്ളട്ടെ, വ്യക്തിപരമായിക്കൊള്ളട്ടെ, നമ്മുടെ
നമ്മുടെ കുടുംബമായിക്കൊള്ളട്ടെ, ഏത് യൂണിറ്റ് ആണെങ്കിലും ദൈവത്തെ പിൻപറ്റാനായി ശ്രമിച്ചാൽ, ദൈവത്തെ ഉയർത്താനായി നമ്മൾ തീരുമാനിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ഡിസയർ ചെയ്യാൻ ആഗ്രഹിച്ചാൽ, അതിൻ്റെ മുഖത്ത് നമ്മളോട് ദൈവാത്മാവ് പറയുന്നത് അങ്ങനെയുള്ള ജനം ഭാഗ്യമുള്ളതാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായി നമ്മുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവരെ നോക്കി സങ്കീർത്തനക്കാരൻ പറയുന്നത്, യു ആർ ലക്കി, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി, യു ആർ ബ്ലെസ്സഡ് നേഷൻ, യു ആർ ബ്ലെസ്സഡ് പീപ്പിൾ, നിങ്ങൾ വളരെ ഭാഗ്യം ജനിച്ച ഹല്ലേലൂയ ജനമാണ് എന്ന് ദൈവം നമ്മളെ നോക്കി പറയുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹല്ലേലൂയ, യഹോവ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചന നിമിത്തമായി നീ ദൈവത്തെ ഘോഷിച്ചുല്ലസിക്കണം. 2, ദൈവത്തിൻ്റെ ഇഷ്ടം നിമിത്തമായി നീ ദൈവത്തെ ഉല്ലസിക്കണം. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ കാര്യം, സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ തൻ്റെ ശ്രോതാക്കളോട് അല്ലെങ്കിൽ നീതിമാന്മാരോട് വിളിച്ചു പറയുന്നു യഹോവയെ ഘോഷിക്കണം എന്നതിൻ്റെ 3-ാമത്തെ റീസൺ, ഹല്ലേലൂയ, വി ഷുഡ് റിജോയ്സ് ഇൻ ഹിസ് വാച്ചിങ്. അവൻ എന്നെ നോക്കുന്നത് കൊണ്ട്, അവൻ എന്നെ കാണുന്നത് കൊണ്ട് ഞാൻ യഹോവയെ ഘോഷിച്ചുല്ലസിക്കണം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എന്നെ നോക്കുന്നു എന്നത് നിമിത്തമായി ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ ഘോഷിച്ചാനന്ദിക്കണം, ദൈവസന്നിധിയിൽ ഘോഷിച്ചാനന്ദിക്കണം. ബിക്കോസ് ഹി ഈസ് വാച്ചിങ്. അവൻ നോക്കുന്നു. എവിടെ നിന്നാണ് നോക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം 2 വായിക്കുമ്പോഴും ഹല്ലേലൂയ, അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ യഹോവ എന്ത് ചെയ്യുന്നു? അവന് ചിരി വരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അവൻ എന്ത് ചെയ്യുന്നു? അവൻ ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഈ ആക്ടിവിറ്റി എല്ലാം നോക്കുന്ന ദൈവം എന്താണ്? സകലത്തെയും കാണുന്നുണ്ട്, സകലത്തും അവൻ്റെ സർവൈലൻസിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നോട്ടം എന്താണ്? സ്വർഗത്തിൽ നിന്ന്. ഹിസ് വാച്ചിങ് ഈസ് വെരി ആബ്സല്യൂട്ട്. ദൈവത്തിന് സകലതും കാണാം. പ്രൈസ് ദി ലോർഡ്. ദൈവം മുമ്പാകെ ഒന്നും ആർക്കും മറയ്ക്കാനായിട്ട് കഴിയത്തില്ല. എന്നെ ദൈവം കാണുന്നുണ്ട് എന്നത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരണം. ഹിസ് വാച്ചിങ് ഇസ് വെരി ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നും മറവായിരിക്കുന്നില്ല, ദൈവത്തിനൊന്നും തെളിയാതെ പോകുന്നില്ല. ഹി ഈസ് ഓൾവേസ് വാച്ചിങ് ഓവർ us. അവൻ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ഇടങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ വായിക്കാറുണ്ടല്ലോ, ദിസ് പ്രിമൈസ് ഈസ് അണ്ടർ എ ക്യാമറ സർവൈലൻസ്, അല്ലേ? ഈ സ്ഥലം എന്താണ്? ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ആ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ നമ്മളെ കാണുന്നുണ്ട്. അതിൻ്റെ സെർവർ യൂണിറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പോകുന്നതും വരുന്നതും എല്ലാം എന്ത് ചെയ്യാം? കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ക്യാമറകളുടെ നടുവിൽ ജീവിക്കുന്ന നമുക്കറിയാം എവിടെ പോയാലും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുറേ ആളുകൾ എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് വാച്ചിങ് ഓവർ അവർ ഡീഡ്സ്. നമ്മുടെ പ്രവൃത്തികൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് വാച്ചിങ് ഓവർ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹി ഈസ് വാച്ചിങ് ഓവർ അവർ മോട്ടീവ്സ്. നമ്മുടെ ചിന്തയുടെ ആരംഭം, ആ മോട്ടീവ്, ആ വികാരങ്ങളെ പോലും ആര് നോക്കുന്നു? ദൈവം നോക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ CCTV ക്യാമറയ്ക്ക് മനുഷ്യന്റെ അകത്തെ കാര്യം നോക്കാൻ കഴിയത്തില്ല. നീ ഇപ്പൊ ഇതാ ചിന്തിച്ചെന്നുള്ളത് ഹല്ലേലൂയ മറ്റ് ഒരു ക്യാമറയ്ക്കും കാണാൻ കഴിയത്തില്ല. ഇവിടെ പല ക്യാമറകൾ വെച്ചിട്ടുണ്ടല്ലോ. ഈ ക്യാമറയ്ക്ക് എൻ്റെ ഹൃദയം വായിക്കാൻ കഴിയത്തില്ല. ഞാനിവിടെ പറയുന്നത് കേൾക്കാമായിരിക്കാം, ഞാനിവിടെ നിൽക്കുന്നത് കാണാമായിരിക്കാം. എന്നാൽ എൻ്റെ ഹൃദയത്തെ സ്കാൻ ചെയ്യാൻ കഴിയുന്ന, ഹൃദയത്തെ നോക്കാൻ കഴിയുന്ന, ഹൃദയത്തിൻ്റെ ആലോചനകളെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നോക്കുന്ന ദൈവത്തെ നോക്കിയിട്ട് നീതിമാനോട് പറയുകയാണ്, നീ ഘോഷിച്ചുല്ലസിക്കുക. ബിക്കോസ് യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നോട്ടത്തിലായിരിക്കുകയാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ നോട്ടവും എൻ്റെ ചിന്തയും എൻ്റെ വികാരങ്ങളും ഹല്ലേലൂയ എൻ്റെ പ്രവർത്തികളും എല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന പല പ്രവർത്തികളും ദൈവം കാണുന്നുണ്ട്. ആർക്കും തോന്നത്തില്ലെന്ന് വിചാരിക്കുന്ന പല തോന്നലുകൾക്കും ദൈവം കാണുന്നുണ്ട്. നമ്മുടെ വികാരങ്ങൾ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം കാണുന്നു എന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, അടുത്ത വാക്യം കൂടെ വേഗത്തിൽ വായിച്ചു പോവാൻ.
അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. അടുത്തത്, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. ദൈവം നോക്കുമ്പോൾ ഈ ഭൂമിയിലെ പല ശക്തികൾക്കും ബലമില്ലെന്നുള്ളത് ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വ്യക്തിപരമായിക്കൊള്ളട്ടെ, ദേശത്തുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് നേരെ ഉയരുന്നതായ ശക്തികളെ നോക്കിയിട്ട് അതിന് ബലമില്ല എന്നുള്ളത് ദൈവം നോക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും മുമ്പിലുള്ള പല പ്രതിസന്ധികളെ കണ്ടിട്ട് നമ്മൾ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അത് വലിയ ശക്തിയുള്ളതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും സകലരുടെ മേലും എപ്പോഴും ഉണ്ടാകുന്നു. 16-ാമത്തെ വാക്യം, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിനും കയറി വരുന്ന ഉയർന്നു വരുന്നതായ ചില പ്രതികൂലങ്ങൾ നിമിത്തമായി നമ്മൾ ഓർക്കും തളർന്നു പോകുന്നെന്ന്. എന്നാൽ ദൈവം നോക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സൈന്യ ബഹുത്വത്താൽ എന്ത് സംഭവിക്കുന്നില്ല? രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ഒരു ആത്മീയ ദൂത് വിളിച്ചു പറയാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും പിശാചായവൻ കൊണ്ടുവരുന്നതായ ചില സൈന്യ ബലമുണ്ട്. പിശാചായവൻ കൊണ്ടുവരുന്ന ചില വലിയ ശക്തിയുടെ അനുഭവങ്ങളുണ്ട്. നാം നോക്കുമ്പോൾ അയ്യോ അത് ജയം പ്രാപിക്കുമെന്ന് തോന്നും. നാം നോക്കുമ്പോൾ പിശാചന്റെ മേൽ ജയം പ്രാപിക്കുമെന്ന് നമ്മൾക്ക് തോന്നും. എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവം പറയുകയാണ്, ഈ സൈന്യ ബഹുത്വത്താൽ എന്ത് സംഭവിക്കുന്നില്ല? രാജാവ് ജയം പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നേരെ ഉയർന്നു വരുന്ന ഒരു ശക്തിക്കും പ്രൈസ് ദി ലോർഡ് നിന്നെ തകർക്കാൻ കഴിയത്തില്ല എന്ന് സ്വർഗത്തിലിരിക്കുന്ന ദൈവം നോക്കുന്നു. സ്വർഗത്തിലിരിക്കുന്ന ദൈവം നോക്കുമ്പോൾ ഈ ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ ശക്തി എന്നെ തകർക്കുമായിരിക്കാം. ഞാൻ നോക്കുമ്പോൾ ഈ ശക്തി വളരെ ബലമുള്ളതാണെന്ന് തോന്നും. എന്നാൽ സ്വർഗത്തിൽ നോക്കുന്ന ദൈവം, സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവത്തിന് അറിയാം ഈ ശക്തി കൊണ്ട് ജയം പ്രാപിക്കാൻ കഴിയത്തില്ല. എൻ്റെ നേരെ ഉയർന്നു വരുന്ന ഒരു ശക്തിക്കും എൻ്റെ മേൽ ജയം കൊള്ളുവാൻ ഇടയാകുകയില്ല. ഇതൊന്നും കേട്ടിട്ട് നമുക്ക് സന്തോഷം വന്നില്ലെങ്കിൽ 18-ാമത്തെ വാക്യമാണ് നമ്മെ ഏറ്റവും ബലപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നോട്ടം, ഹി ഈസ് നോട്ട് സ്പ്രിംഗ്ലിംഗ് ഹിസ് ഐസ്, ഹി ഈസ് നോട്ട് ബ്ലിങ്കിങ് ഹിസ് ഐസ്. അവൻ്റെ നോട്ടം ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് മാറ്റുന്നില്ല. ഹല്ലേലൂയ. തൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ എപ്പോഴും ഉണ്ട്. ഞാൻ പോകുമ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എവിടൊക്കെ ആയിരുന്നാലും, ഞാൻ ഓഫീസിലിരുന്നാലും, ഞാൻ പോർട്ടിൽ ജോലി ചെയ്താലും, ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്താലും, ഞാൻ ഏത് സ്ഥലത്ത് ജോലി ചെയ്താലും ഒരുപക്ഷെ ഞാൻ വളരെ ഭയത്തോടെയാണ് ഇരിക്കുന്നത്. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി ഭയമുണ്ട്. നമുക്ക് ചുറ്റിനും വളരെ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ബലത്തിന് വേണ്ടി പറയട്ടെ, ദൈവം നിങ്ങളെ നോക്കുന്നുണ്ട്. യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് ഗോഡ്. ദൈവം തന്റെ ഭക്തന്മാരുടെ ചുറ്റിനും ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഈ രാത്രികാലം ദൈവസനിൽ ബലമേറ്റെടുക്കാം? ഒരുപക്ഷെ നമ്മൾ ഭയത്തോടെ ആയിരിക്കാം നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്നത്, നാം ഭയത്തോടെ ആയിരിക്കാം നമ്മുടെ വർക്ക് സൈറ്റിൽ നമ്മൾ പോകുന്നത്, നമ്മൾ വളരെ ഭാരത്തോടെ ആയിരിക്കാം നാം പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നത്. എനിക്കറിയാം ഈ ദുബായിയുടെ പട്ടണത്തിൽ പലയിടങ്ങളിലും പല പ്രിയപ്പെട്ടവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ വർണ്ണബിളാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ബലത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ്. തന്റെ ഭക്തന്മാരുടെ ചുറ്റിനും യഹോവയുടെ ദൃഷ്ടിയുണ്ട്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ട്. നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും നിങ്ങൾ ഒരു കാര്യം ഭയപ്പെടേണ്ട. നിങ്ങളുടെ മേൽ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നോട്ടമുണ്ട്. നമ്മൾ പോകുന്നിടത്ത് ദൈവത്തിൻ്റെ നോട്ടമുണ്ട്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ നോട്ടമുണ്ട്. We are under his guidance. We are under his vision. അവൻ്റെ നോട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്.
ആ നോട്ടത്തിലിരിക്കുന്ന ദൈവമക്കൾ, ഭക്തന്മാർ നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, റിജോയ്സ്, ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുക. ബിക്കോസ് ഗോഡ് ഈസ് വാച്ചിങ് യു. ദൈവം നിങ്ങളെ നോക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുക. സങ്കീർത്തനക്കാരൻ 3 കാരണങ്ങൾ നിരത്തുകയാണ്. Because of his word you can rejoice in the Lord. Because of his will you can rejoice in the Lord. And because he is watching you can rejoice in the Lord. അപ്പം നീതിമാന്മാരെ, നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കുവിനെന്ന് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പിന്നിലെ 3 കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭ്യമായി തീർന്നല്ലോ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, ചേർന്ന് ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ട്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണുന്നുണ്ട്, കർത്താവ് എൻ്റെ വചനത്താൽ ബലപ്പെടുത്തുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കൽ നിന്ന് പിന്മാറുകയില്ല എന്ന് എത്ര പേർക്ക് ഇന്ന് ഈ പകൽക്കാലം തീരുമാനത്തോടെ ഇവിടുന്ന് കടന്നു പോകാനായിട്ട് കഴിയും? എൻ്റെ ജീവിതം കർത്താവിനെ ഘോഷിച്ചുല്ലസിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പാട്ടുകൾ കൊണ്ടും ഹല്ലേലൂയ തന്ത്രിനാദം കൊണ്ടും 10 കമ്പിയുള്ള വീണകൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാനായി കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയപ്പോൾ, ദൈവത്തെ സ്തുതിക്കുവാൻ മടി കാണിക്കുന്നുവെങ്കിൽ, അവനെ സ്തുതിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചത് ഈ വചനം എനിക്കും നിനക്കും വേണ്ടി തന്നതാണ്. ഓ ഹല്ലേലൂയ, ദൈവം അവൻ്റെ ഇഷ്ടം എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്നതാണ്. അവൻ എന്നെ നോക്കുന്നത് കൊണ്ട് എങ്ങനെ എനിക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയും? ഞാൻ ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു.